കൃഷ്ണായനം 51. യജ്ഞ സീതാ ഗോപികകൾ. ഭാരതത്തിൻ്റെ തെക്കുഭാഗത്ത് കുശീനരം എന്നൊരു ദേശമുണ്ട്. ഒരു കാലത്ത് ആ രാജ്യത്ത് മഴ തീരെ പെയ്യാതിരുന്നു. ഭൂമി ഉണങ്ങിക്കരിഞ്ഞു. അവിടുത്തെ ധനവാന്മാരായ ഗോപന്മാർ അനാവൃഷ്ടിയെ അതിജീവിക്കാൻ കുടുംബവും ധനവും ഗോക്കളുമായി വ്രജഭൂമിയിലെത്തി. വൃഷഭാനുവിൻ്റെ സഹായത്തോടെ അവർ കാളിന്തിയുടെ കരയിൽ ഭവനങ്ങൾ നിർമ്മിച്ച് വാസം തുടങ്ങി. വൃന്ദാവനത്തിലെ സസ്യജാലം അവർക്ക് ആനന്ദം നൽകി. ശ്രീരാമ വരപ്രസാദത്താൽ യജ്ഞസീതകൾ ഗോപികകളായി ഇവരുടെ ഭവനങ്ങളിൽ പിറന്നു. സുന്ദരികളായ ഈ പെൺമണികൾ യൗവനപ്രായമെത്തിയപ്പോൾ പൂവണിഞ്ഞ കൊന്ന മരങ്ങൾ പോലെ ഏവർക്കും കണ്ണിനിമ്പമേകി. അവരുടെ ഓരോ അവയവവും സൗന്ദര്യവും തികഞ്ഞ് പൂർണ്ണത എത്തിയവയായിരുന്നു. നാൻമുഖൻ ആരെയും ഒരിക്കലും ഇങ്ങനെ സൃഷ്ടിക്കാത്തതാണ്. പക്ഷേ കണ്ണൻ്റെ വല്ലഭമാരാകേണ്ടതുകൊണ്ടായിരിക്കാം അബലാമണികൾ തികവത്തരായ ഇവർക്ക് ജന്മം നൽകിയത്. വട്ടമത്ത കൊങ്കത്തടങ്ങൾ കൊണ്ട് അവനാമ്രാംഗികളായി വിലസുന്ന ഗോപവനിതമാർ ശ്രീകൃഷ്ണ പ്രാപ്തിക്കായി മോഹിച്ചു. പക്ഷേ അവരുടെ അനുഭവങ്ങൾക്ക് തീക്ഷ്ണതയേകുവാൻ കണ്ണൻ ഒരിക്കലും എത്തിയില്ല. വിഷാദവും കാമാസക്തിയും അവരെ ഒരേ സമയം ഞെരുക്കി. രണ്ടിൽ നിന്നും മോചനം നേടുവാൻ കണ്ണൻ മാത്രമേ അവർക്ക് ഔഷധമായി ഉണ്ടായിരുന്നുള്ളൂ. കേശവനെ എങ്ങനെയാണ് സ്വന്തമാക്കുക? ആ മാറിടത്തിൽ പീയൂഷവല്ലിയായി എങ്ങനെയാണ് പടർന്നേറുക? ഗോപികമാർ കൂട്ടം ചേർന്ന് ആലോചിച്ചു. അവർ ഒരു കാര്യം ചിന്തിച്ചുറച്ചു. രാധയോട് വിവരങ്ങൾ പറയുക, കണ്ണനെ സ്വാധീനിക്കുവാനുള്ള ഉപായം ചോദിക്കുക. അന്ന് തന്നെ യജ്ഞസീതകളായ ഗോപികമാർ രാധയുടെ സമീപത്തെത്തി. അവർ രാധയോട് പറഞ്ഞു, കണ്ണന് ഇമ്പമുണർത്തുന്ന രാധയെ, ഒരു കാര്യം നിന്നോട് ചോദിച്ചറിയുവാനാണ് ഞങ്ങൾ എത്തിയത്. മറ്റൊന്നുമല്ല, കണ്ണനെ പ്രിയനായി ലഭിക്കുവാൻ അതിമോഹമുണ്ട് ഞങ്ങൾക്ക്. അതിന് എന്ത് ഉപായമാണ് ഞങ്ങൾ അനുഷ്ഠിക്കേണ്ടതെന്ന് പറഞ്ഞു തന്നാലും. ഇതുവരെ കണ്ണൻ ഒരു സ്വപ്നം മാത്രമാണ് ഞങ്ങൾക്ക്. വനമാലയുടെ ഹൃദയമാലികയിൽ ഒരു കലികയായി തീരുവാൻ ഞങ്ങൾ ഓരോരുത്തരും കൊതിക്കുന്നു. കണ്ണനിൽ ഹൃദയം ചേർക്കുവാനുള്ള മാർഗം നീ പറഞ്ഞു തന്നാലും. കൃഷ്ണപ്രേയസിമാരിൽ മഹത്വമേറുന്നത് നിനക്കാണല്ലോ. ഗോപികമാരുടെ വചനം കേട്ട് രാധ പറഞ്ഞു, സോദരിമാരെ, കണ്ണനെ സ്വായത്തമാക്കുവാൻ അത്ര എളുപ്പമല്ല. യമനിയമാദികൾ കൊണ്ട് മാത്രം കേശവനെ സ്വന്തമാക്കുവാനാവില്ല. ശുദ്ധമായ ഭക്തിയാണ് അതിന് വേണ്ടത്. പരിശുദ്ധമായ മനസ്സും പരിപക്വമായ വിശ്വാസവും വേണം. ഒന്നിനും ധൃതി ആവശ്യമില്ല. ക്ഷമയാണ് അഭികാമ്യം. കണ്ണനെ ഹൃത്തടത്തിലൊതുക്കി അവനു വേണ്ടി മാത്രം ജീവിക്കുക. എന്തും കേശവമയം. കണ്ണനെ വശീകരിക്കുവാൻ ആദ്യം വേണ്ടത് അതാണ്. അത്രയും അനുഷ്ഠിച്ചതുകൊണ്ട് കപട ശ്രീമാനെ കരഗതമാക്കി എന്ന് മനസ്സുറയ്ക്കേണ്ട കാര്യമില്ല. അതിനോടൊപ്പം ഏകാദശിയും നോക്കുക. മനസ്സിനെ ശുദ്ധമാക്കുക. ഏകാദശിയാണ് വ്രതങ്ങളുടെ റാണി. അത് അനുഷ്ഠിച്ചാൽ ശ്രീഹരി വശംവദൻ ആകുമെന്നതിന് സംശയം വേണ്ട. ഗോപികമാർ ആനന്ദം കൊണ്ടു. അവർ പറഞ്ഞു, സരസ്വതി പോലും പരാജയപ്പെടുന്ന ഈ വാഗ്വിലാസമാണ് കണ്ണനെ വ്യാമുഗ്ധനാക്കിയതെന്ന് തോന്നുന്നു. കണ്ണനെ വേഗം ഞങ്ങളുടെ ഹൃദയത്തിൽ വിടർത്തണമെന്നാണ് ആഗ്രഹം. വ്രതഭംഗം വരാതെ ഏകാദശി നോറ്റിരിക്കുന്നതെങ്ങനെയെന്ന് കൂടി നീ പറഞ്ഞു തരിക. രാധ ഏകാദശിയിലെ വ്രത നിയമങ്ങൾ വിവരിച്ചു. എല്ലാം ധരിച്ച ഗോപികമാർ ഏകാദശി വ്രതം നോറ്റു. കണ്ണൻ്റെ തിരുരൂപം ഉള്ളിൽ വെച്ച് പൂജിച്ചു. കേശവൻ്റെ ലീലകൾ മാത്രം ഉര ചെയ്തു. അവൻ്റെ മഹാത്മ്യം ഉള്ളിലോർത്ത് പുളകം ചാർത്തി ഗോപികമാർ വസിച്ചു. ദാമോദരൻ്റെ ആലിംഗന ചുംബനാദികളുടെ ആസ്വാദ്യതയോർത്ത് ഗോപികമാർ മയങ്ങി. അവൻ ശരീരത്തിൽ തൊടുന്നതായും ചുചൂകങ്ങളെ തടവി കൊങ്കത്തടങ്ങളിൽ അനുഭൂതികളുടെ താമര വിടർത്തുന്നതായും അവർ സ്വപ്നം കണ്ടു. ഇളം കാറ്റിൽ കണ്ണൻ്റെ മുരളീനാദം ഒഴുകി വരുന്നതായി തോന്നി. ഗാനം ആസ്വദിക്കാൻ ഗോപികമാർ ചെവിയോർത്തിരുന്നു. മണ്ണിൽ കിടക്കുമ്പോൾ കണ്ണൻ കൂടെയുണ്ടെന്ന് കരുതി കളിവാക്കോതി. പരിഭവം പറഞ്ഞു, പിണക്കം നടിച്ചു, മാറിക്കിടന്നു. ശൂന്യതയിൽ നിന്ന് കണ്ണനെ വീണ്ടും മാറോട് ചേർത്തു. കാമം അവരിൽ അദ്വൈത ഭക്തിയായി മാറി. ഒടുവിൽ മാർഗശീർഷ മാസത്തിലെ കൃഷ്ണപക്ഷത്തിലുള്ള ഏകാദശി നാളിൽ കണ്ണൻ അവർക്ക് ദർശനം നൽകുവാൻ തീരുമാനിച്ചു. കാളിന്തിയിൽ സ്നാനം ചെയ്ത് ഏകവസ്ത്രധാരികളായി
ഗോപികമാർ നാവിൽ കണ്ണൻ്റെ പേരുകൾ മാത്രം ഉലാവിക്കൊണ്ട് വ്രതവാടങ്ങളിലേക്ക് പോയി. അന്നത്തെ ദിവസം ആമോദത്തിൻ്റെ നിമിഷങ്ങളാണ് ഗോപികമാർക്ക് പ്രദാനം ചെയ്തത്. സൂര്യപ്രകാശം അവരിൽ പ്രേമത്തിൻ്റെ മുഹൂർത്തങ്ങൾ ദാനം ചെയ്തു. ഇന്ന് കണ്ണനെ കാണുമാറാകും എന്ന് മനസ്സ് പറയുന്നതായി ഓരോരുത്തർക്കും തോന്നി. അവർ നാണം കൊണ്ട് തമ്മിൽ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. കൺകോണുകൾ തുടിച്ചും കവിളുകൾ പത്മപരാഗമണിഞ്ഞും സായാഹ്ന ശ്രീ പോലെ വിളങ്ങുന്ന ഗോപികമാരുടെ ശ്രുതിപുടങ്ങളിൽ പെട്ടെന്ന് ഓടക്കുഴലിൻ്റെ നാദം ഇളം കാറ്റിനൊത്ത് വന്നു പതിച്ചു. മുരളീനാദം സുന്ദരികളെ വിലോല ഗാത്രികളാക്കി. അവർ ആനന്ദം തുടിക്കുന്ന ഹൃത്തടങ്ങളുമായി വ്രതവാടത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു. സായാഹ്നം അണയുവാൻ പോകുന്നു. നിറങ്ങൾ മാറി അമ്പരം കറുത്തു തുടങ്ങി. രജനീ വനിത നക്ഷത്രഹാരമണിഞ്ഞ് ഭോഗസന്നദ്ധയായി. വനമാലി യമുനയുടെ സൈകതപ്പരപ്പിലൂടെ മുരളീഗാനം തൂവി മന്ദം മന്ദം നടന്നു വന്നു. ഗോപികമാർ അവൻ്റെ സമീപത്തേക്ക് പാഞ്ഞണഞ്ഞു. കണ്ണൻ കാല് പിണച്ചു നിന്ന് വീണു വായിച്ചു. ഏകവസ്ത്രധാരികളായ വ്രതലോലാംഗികൾ കണ്ണന് ചുറ്റും നൃത്തം ചെയ്തു. വണ്ടുകൾ തേനാസ്വദിക്കുന്ന ഒരു താമരപ്പൂവായി ആ സ്ഥലം കാന്തി വഹിച്ചു നിന്നു. കാളിന്തി കൺചിമ്മി കടന്നുപോയി. അവനി അവർക്ക് വിശ്രമിക്കുവാൻ മടൽമെത്തയൊരുക്കി. വെള്ളിലകൾക്കുള്ളിലെ തളിര് പോലെ ഭാവഭംഗിയാർന്ന ഗോപികമാർ കണ്ണൻ്റെ മാറിൽ പുളകപ്പൂക്കളായി വിടർന്നു.